അപ്പോൾ ഗൈസ് നമ്മളുള്ളത് ഇപ്പോൾ അബുദാബി ഹെറിറ്റേജ് മ്യൂസിയത്തിലാണ്. ഹെറിറ്റേജ് വില്ലേജ് എന്നും പറയാം. ഓരോ പഴയ അറബികളുടെ പഴയ ജീവിത ശൈലി അത് കാണിക്കുന്ന രൂപത്തിലുള്ള അവരെ പഴയ കാല. ഇപ്പോൾ ഈ ഒരു ടെൻറ്റ് എന്ന് പറയുന്നത് ഒരു പഴയ ഒരു ആടിൻ്റെ തൊലി വെച്ചിട്ട് മേക്ക് ചെയ്ത ഒരു ഇതാണെന്നാണ് ഇവിടെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഇത് ഫാമിലിക്ക് അനുസരിച്ചുള്ള കപ്പാസിറ്റിയാണ് ഇതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ. ആടിൻ്റെ രോമം വെച്ചിട്ട് ചെയ്യുന്ന ഒരു തരം ഒരു ടെൻറ്റാണ്. ഓരോ പഴയ രീതികളാണ്. അതേപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. പഴയ രീതിയിലുള്ള പള്ളി, അതേപോലെ തന്നെ ഒരുപാട് മറ്റേ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അബുദാബി കോർണിഷിലാണ് സംഭവം ഉള്ളത്. ഇവിടെയൊക്കെ അവരെ ജീവിതശൈലി നമുക്ക് തുറന്ന് കാണിക്കുന്ന രീതിയിലുള്ള സംഭവമാണ്. അത് പഴയ അറബികൾ കേട്ടോ, പണ്ട് അവരെങ്ങനെ ജീവിച്ചത് എന്നുള്ള രീതിയിൽ ഒരുപാട് അവരെ മജ്ലിസ് സെറ്റപ്പ് പോലെ അന്നത്തെ കാലത്ത് എങ്ങനെയാണോ അവർ ജീവിച്ചത് ആ ഒരു ശൈലിയിൽ ഇവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഉണ്ടായി അവർ മണലിൽ വെച്ച് കാവ ചൂടാക്കി കഴിക്കുന്നതും ആ കോഫി മേക്കിങ്ങും എല്ലാതും തുറന്ന് കാണിക്കുന്ന രൂപത്തിൽ കണ്ട ഈ ഒരു എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ കാണാൻ പറ്റും. പഴയ ആ ഒരു ജീവിത ശൈലി ഇതൊന്നും ഇപ്പോൾ നാട്ടിൽ കാണാൻ കിട്ടില്ല. ഈ ഒരു ശൈലിയിൽ അവരെ മജ്ലിസ് കാര്യങ്ങൾ, ഇത് കാവ ചൂടാക്കുന്നതോ ഇതിങ്ങനെ മണൽ വെക്കുമ്പോൾ ചൂടാറാതെ അവിടെ നിൽക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഓരോ ഇത്. പഴയ ഒരു ശൈലി ഇന്ന് നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഒരു ഇതറിയുള്ളൂ. ഇത് പെട്ടിയോ ആണെന്തോ ആണ്, ഓരോരു ബോക്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പഴയ ഇതിപ്പോൾ പറയാന്ന് അവരെ ഒരു ടെൻറ്റ് വീട് എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ഇതൊക്കെ ആ ഒരു ഇതിലാണ്. നമ്മളെ നാട്ടിൽ ചൂടിക്കാറ് കൊണ്ട് ഓരോന്ന് നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടാക്കിയ പോലെ ഒരു ആടിൻ്റെ രോമം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നാണ് ഒരു പറയപ്പെടുന്നത്. അപ്പോൾ ഒരുപാടുണ്ട് കാണാൻ, കുറേ കാര്യങ്ങൾ. പഴയ ജീവിത ശൈലിയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റി ലൈഫിൽ ഒന്ന് മാറി വില്ലേജ് പഴയ ആ അറബികളുടെ ജീവിതശൈലി കാണണമെങ്കിൽ നേരിട്ട് വന്നാൽ കാണാം. ഇപ്പോൾ അവരെ പെറ്റ്സാണ് പോലെ ഒട്ടകമൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വീട്ടിലെ ഏറ്റവും ആവശ്യ ഘടകമാണ്. ആ ഒരു ശൈലിയാണത്. ഒട്ടകം കഴുതുണ്ട് അവിടെ നിന്ന് തിന്നാണ്. കഴുതുണ്ട്, അതേപോലെ തന്നെ കുതിരയുണ്ട്. ഒട്ടകം, കഴുത, കുതിര എല്ലാ സംഭവം ഉണ്ട്. നേരിട്ട് വന്നുകൊണ്ട് അബുദാബി കോർണിഷിൽ വന്നാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഹെറിറ്റേജ് വില്ലേജിൽ ആണുള്ളത്. ഇത് മാൻകുട്ടിയാണെന്ന് തോന്നുന്നു. മാനുകൾ അവർ വീട്ടിൽ വളർത്തിയതിൻ്റെ സംഭവം പണ്ട് കാലത്ത്. അതായത് ഇവരെ ടെൻറ്റിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലിക്കൊക്കെ വലിയ സൈസിൽ തന്നെ ഒരു ചെയ്ത ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. ഇതും അതേപോലെ നമ്മളിപ്പോൾ തൊടുമ്പോൾ നമുക്ക് ആ ഒരു ചൂടിക്കാറ് പോലെ ഫീൽ ചെയ്യും നമുക്ക്. പക്ഷേ ഇവരാ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ആടിൻ്റെ രോമം എന്നൊക്കെയാണ് അവർ പറയപ്പെടുന്നത്. നല്ല നമുക്ക് തന്നെ തൊട്ടാൽ മനസ്സിലാവും, ഒരു പോത്തിൻ്റെ മീത്തൊക്കെ തൊട്ട പോലെ. അതായത് ഇതിനെ കൊണ്ട് ഇവർക്കുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ചൂടുകാലത്ത് ആ ഒരു ചൂടിനെ ഒന്ന് തടയാന്നുള്ള രൂപത്തിലാവുമ്പോൾ അവർ ചെയ്തിട്ടുണ്ടാവുക. അതാണ് അതിൻ്റെ ഒരു ആ ഒരു പക്ക. ഇതൊക്കെ വന്നിട്ട് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു പഴയ ജീവിതം ഇന്ന് കാണുന്ന ആ ഒരു ശൈലിയല്ല. അവർ നേരെ ഓപ്പോസിറ്റ് ശൈലി. പണ്ട് കാലത്ത് അവർ ജീവിച്ച ആ ഒരു ജീവിതം ഇവിടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഓരോരോ സംഭവങ്ങൾ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാവും. പഴയ രീതിയിലുള്ള ഓരോ സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് രണ്ട് ശൈലിയിലുള്ള 2 വീടുകളാണ്. അതായത് ഒന്ന് ഈത്തപ്പഴ ഓല കൊണ്ട് മേഞ്ഞൊരു വീടുകൾ, അതേപോലെ തന്നെ പുറത്ത് കല്ലുകൊണ്ട് ഉണ്ടാക്കി. അതായത് ചൂടുകാലത്ത് ഒരു ജീവിതശൈലിയിലും തണുപ്പ് കാലത്ത് വേറെ ഒരു ശൈലിയിലുമാണ് ഓരോ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരു സുഹു ട്രൈബ്സ് എന്ന് പറഞ്ഞ ഒരു ടീമാണ് ഇവിടെ താമസിച്ചെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഇത് കാണാൻ പറ്റും. നല്ല കരിങ്കല്ലുകൊണ്ട് പാകിയ വീടുകൾ, നല്ല രസമുണ്ട്. ഓലൊക്കെ മേഞ്ഞ് അടിയിൽ ഓലപ്പായി, നമ്മളെ പഴയ ഓലപ്പായികളും എല്ലാം പഴയ റാന്തലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കല്ലട്ടിച്ച് അട്ടിക്ക് വെച്ചിട്ടുള്ളൊരു ഇത്. ഇനിയിപ്പോൾ എത്ര ചൂടാകുമ്പോഴും ആ ഒരു തണുപ്പ് ഫീൽ കിട്ടുന്നുണ്ട്.
നല്ല ഒരു വീട്. ആ ഒരു പഴയ ശൈലി, മേലെ ഓല മേഞ്ഞ ഓല, മറ്റേ ഇതിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ ഇതാവും, ഓലയാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ളൊരു വീടാണ് കാണാൻ പറ്റുന്നത്. അത്രയും സെറ്റപ്പ്, നല്ല ഒരു ഇതിലൊക്കെ നമ്മൾ വന്നിട്ട് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു മുറ്റത്തിൻ്റെ അതിർത്തിയൊക്കെ പോലെയുള്ള കെട്ട്, അതേപോലെ ഈ സൈഡിലേക്ക് നോക്കിയ പല കാഴ്ചകളും ഉണ്ടാവും. ആ ഒരു ജീവിതശൈലികൾ എല്ലതും നേരിട്ട് കാണാം ഇവിടെ വന്നിട്ട്. ചെറിയ വീട് കൂരകളാക്കിയിട്ട്, ഇതിൻ്റെ ജനലാന്ന് തോന്നുന്നത്, ജനലിൻ്റെ പോലത്തെ ഓട്ടകൾ അന്നത്തെ കാലത്തുള്ള ഓരോ ജീവിതശൈലിയാണ് കാണിക്കുന്നത്. ഇതും അതേപോലെ തന്നെ ഓരോന്തോ പുറത്ത് ബാത്റൂം അടുത്ത എന്തോ ആവശ്യത്തിനുള്ളതാണെന്ന് തോന്നുന്നത് വീടിൻ്റെ ഒരു ഇത്. ഇനി ഇപ്പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഓല മേഞ്ഞ പുല്ല് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വീടാണ് ഇത്. അവരെ മജ്ലിസ് പോലെ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് രൂപത്തിലാണ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മുമ്പിലൊന്ന് ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ്, അതേപോലെ തന്നെ ഒരു ബാത്റൂം യൂസിങ് ആണെന്ന് തോന്നുന്നു ഇത് എന്നുള്ള രൂപത്തിലുള്ള ഒരിത്. എന്നിട്ട് നമ്മളെ നാട്ടിലൊരു തായര പോലെ ഉമ്മരം പോലെ ഉള്ളൊരു സ്ഥലം, അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറി ചെന്നാൽ നമ്മളെ വീട് നല്ല സെറ്റപ്പിലൊരു വീടും ഒരു മജ്ലിസ് രൂപത്തിലുള്ളൊരു സെറ്റപ്പ്, എല്ലാം പായ് കൊണ്ട് മേഞ്ഞ ചുമരാണ്, നമ്മളെ ഓലപ്പായികളാണ് റൂം കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ചുമര് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുല്ലുപായാണ്, നല്ല സെറ്റപ്പ്. അതിൻ്റെ ഉള്ളിൽ ഓല മേഞ്ഞിട്ട് പുല്ല് മേഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് പുല്ലുപായി കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു രൂപത്തിൽ നല്ല വൃത്തിയുണ്ട് ഒരു സെറ്റപ്പ്. ഈ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ മേലെ പുല്ലുപായി കൊടുക്കുമ്പോൾ ഇതൊന്ന് സെറ്റാവും. ആ ഒരു രൂപത്തിലാണ് ഉള്ളിൽ ചെയ്തിട്ടുണ്ടത്. പുറത്ത് പിന്നെ അങ്ങനെ പായിട്ടിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള രൂപത്തിൽ അന്ന് അവരങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് കാണിക്കുകയാണ് അവരെ ശൈലിയിൽ ഈ ഹെറിറ്റേജ് വില്ലേജ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നേരിട്ട് വന്ന് കണ്ടാൽ എല്ലാവർക്കും കാണാൻ പറ്റിയ രൂപത്തിൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റിയ രൂപത്തിൽ ഇവിടെ ചെയ്തു വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇവരെ കിണറിൻ്റെ ശൈലിയാണ്. ആ അന്നത്തെ കാലത്തുള്ള കിണർ ചെയ്തു വെച്ചിരിക്കേണ്ട രൂപം കണ്ട, ഈ ഒരു പാള, അതേപോലെ ഈ ഇതിനെന്താ പറയുക, ആ ഒരു പാള ഇത് തോല് കൊണ്ടാണ് അവർ സെറ്റ് ചെയ്ത് കിട്ടുള്ളത്. ആ തോല് കൊണ്ടുള്ള ഒരു പാള, ആ ഒരു സെറ്റപ്പ് ഇതിലിങ്ങനെ കോരിയിട്ട് എടുക്കലാവും എന്നുള്ള. ഇതെന്തോ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കണതോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ ഇതിനും വെള്ളം ഉപയോഗിക്കുന്നതോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഒരു പഴയ പള്ളി, അന്നത്തെ ഒരു പള്ളീൻ്റെ ഒരു രൂപം കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു പഴയ ശൈലിയിൽ ആ ഒരു കുബ്ബയും കാര്യങ്ങളും പള്ളീൻ്റെ മുനാരവും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ടിൽ അല്ലെങ്കിൽ ഒരു അറബി പഴയ ജീവിതശൈലിയിൽ എങ്ങനെ മോസ്ക്, ആ ഒരു പള്ളി ഇങ്ങനെ ഇവിടെ ഇതാണ് നമ്മളൊക്കെ ജീവിച്ചതിൻ്റെ ഒരുപാട് മാറ്റം, ഒരുപാട് ചേഞ്ച് ഉണ്ട്. ഓരോ ജീവിതശൈലി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുള്ളൊരു ഇതാണ്. അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഇവിടെ. അഗ്രികൾച്ചർ എൻവയോൺമെൻറ്റിൻ്റെ, അതായത് അവരെ അറബികളുടെ കൃഷിരീതി എല്ലാം കാണിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഉണ്ടാകുക ഒരു തോട്ടത്തിൽ എങ്ങനെ വെള്ളം എത്തണം എന്നുള്ള രീതിയിൽ അവിടേക്ക് എങ്ങനെ വെള്ളം എത്തിക്കണം എന്നുള്ളതെല്ലാം കാണിക്കണ, അന്നത്തെ കാലത്ത് അവരെങ്ങനെ ജീവിതത്തിൽ കൃഷിരീതി എങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നമ്മളെ നാട്ടിലെ കൃഷിക്ക് നമ്മൾ തേയിട്ട് അപ്പുറത്തെ പറമ്പൊക്കെ വെള്ളം അങ്ങനെ തട്ടി വിടുമല്ലോ, ആ ഒരു സംഭവമാണ് ഇവർ കാണിക്കുന്നത്. അവിടെ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഒരാൾ വലിക്കുന്നതോ അല്ലെങ്കിൽ ചവിട്ടുന്നതോ ആവും. അതും ആ ഒരു തോലി കൊണ്ടുണ്ടാക്കിയ ഒരു പാളയാണ് അത് കാണിക്കുന്നത്. ആ ഒരു തോട്ടത്തൊക്കെ ചെന്ന ഒരു ഫീല് ഉണ്ട്. കാരണം ഇതൊക്കെ ഇവർ ഉണ്ടാക്കിയെടുത്തതുള്ളതാണ്. അന്നത്തെ കൃഷി രീതി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ തോട്ടത്തിൽ ഒഴുകുന്ന വെള്ളം ഇതൊക്കെ ഉണ്ടാവും. നമ്മളെ നാട്ടിലെ കനാല് പോലെ വെട്ടി ഓരോ തൈകൾക്ക് ചുവട്ടിൽ എത്തിക്കുന്ന രീതിയിൽ
ചെയ്യുന്ന ഇത് സംഭവം ഏത്തക്കൊട്ട ആ ഒരു ശരിക്കും ഇത് പഴയ കൾച്ചർ അങ്ങനെ ഒട്ടകത്തെ നടത്തിയിട്ട് ചെയ്യുന്ന രീതിയാണെന്ന് തോന്നുന്നു. വീട്ടിൽ ഒരു പശു അതേപോലെ ആടുകൂട്ടങ്ങൾ എല്ലാം അവരെല്ലതും ഒരു കുടുംബത്തിലെല്ലാം ഒട്ടകം ആട് പശു എല്ലതും ഉണ്ടാവും. അവർ കർഷകം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും പഴയ അറബികൾ കൃഷി നല്ല മുൻഗണന കൊടുത്ത ആളുകളാണ് പഴയ ആളുകൾ. അപ്പോൾ ആ ഒരു തോട്ടത്തിൽ നിൽക്കുന്നൊരു ഫീല് ഇത് ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. ഈത്തപ്പഴം അതേപോലെ ഫ്രൂട്ടുകൾ പലതും അവർ ആ ഒരു മണ്ണിനനുസരിച്ചുള്ള കൃഷി രീതികൾ പിന്തുടർന്ന ആളുകളാണെന്നാണ് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ആർക്കിയോളജിക്കൽ ഏരിയയാണ് അറബികളുടെ പഴയ ഒരു ഖബർസ്ഥാൻ്റെ രൂപം കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് ഏകദേശം ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് അവരെങ്ങനെ ഈ ഖബർസ്ഥാന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാഴ്ച കാണിക്കാനാണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 4000 വർഷത്തോളം ഈ ഒരു ശൈലിയിലായിരുന്നു അവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 വർഷം അത് പിന്തുടർന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്ന ഒരു രൂപത്തിലാണ് ആ ഒരു ഖബർസ്ഥാൻ അവരെ ഒരു ശൈലിയിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു രൂപമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പഴയ രീതി അതേപോലെ അവരെ പഴയ ഒരു കത്തിൻ്റെ ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അവരൊരു പഴയ കത്തി ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സംഭവം. ഇത് കോസ്റ്റൽ പീപ്പിൾ താമസിച്ചിരുന്ന ആ ഒരു ഏരിയ ആ ഒരു വില്ലേജ് കാണിക്കുന്ന രൂപത്തിലുള്ള ഇതാണ്. വീടുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ശൈലിയിൽ ഇത് ഈത്തപ്പഴത്തിൻ്റെ മട്ടൽ കൊണ്ട് മതിൽ കെട്ടിയിട്ടുണ്ട്. ആ ഒരു ഉള്ളിലേക്ക് വന്നാൽ വീടുകൾ കാണാം. ഒരു 2-3 വീടൊക്കെ നിൽക്കുന്ന ഒരു കോമ്പൗണ്ട് പോലെ ആ ഒരു കോസ്റ്റൽ ഏരിയ അങ്ങനെ ആയിരിക്കും എന്നുള്ള വീടുകളും പല സൈസിലും പല വലിപ്പത്തിലുമാണ്. അപ്പോൾ പല വലിപ്പത്തിലുള്ള വീടുകളും ആ പല പേരുകളിലാണ് അറിയപ്പെട്ടത് അന്നത്തെ കാലത്ത്. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ വീടാണ്. അപ്പോൾ ഓരോ ഗോത്രത്തിനും ഓരോ ഒരു ശൈലി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ ഓല മേഞ്ഞിട്ട് തന്നെയാണ്. ഉള്ളിൽ പായ് കൊണ്ട് ചുമരും മേലെയും പായും മുടഞ്ഞ് നല്ല ഒരു സെറ്റപ്പിൽ ആണ് അവർ ജീവിച്ചു പോകുന്നത്. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ കോസ്റ്റൽ ഏരിയ എങ്ങനെ ആയിരിക്കും ജീവിച്ചു പോകുന്നതെന്നും. ആ ഒരു കടപ്പുറം സ്റ്റൈലിലും അവരൊരു സെറ്റപ്പിലാണ് അവർ കഴിഞ്ഞു പോയിരുന്നത്. അതൊരു മജ്ലിസ് സെറ്റപ്പിൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അന്ന് പുറത്തിരിക്കാനും സംസാരിച്ച് ഇങ്ങനെ കാവ്യം കുടിച്ച് ഇങ്ങനെ വൈബടിച്ചിരിക്കാനുള്ള ഒരു സ്ഥലം. അതിനാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കാണാൻ നമുക്ക് വലകൾ അതേപോലെ എന്താ അവർ ആവശ്യാർത്ഥം ഉണ്ടാക്കിയ സാധനങ്ങളാവും അന്നത്തെ കാലത്ത്. ഇത് ഊത് പുകയിപ്പിച്ചുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴൊക്കെ ഒരു സ്മെല്ലിന് ഇത് ഈത്തപ്പഴം മട്ടലുകൊണ്ട് എന്തോ ഒരു സംഭവം എന്താണെന്ന് നമുക്ക് പറയാനറിയില്ല. ആ ഒരു ശൈലിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ നാട്ടിൽ കാണുന്ന മറ്റേ മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒറ്റൽ, നമ്മളെ നാട്ടിൽ ഒറ്റൽ എന്ന് പറയും. ഇവിടെ ആ ഒരു എന്താ പേരെന്നറിയില്ല. ആ ഒരു മീൻ പിടിക്കുന്ന സംഭവമാണത്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ രൂപത്തിൽ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ സംഭവങ്ങളാവും. അങ്ങനത്തെ ഇരിക്കുന്നൊരു സ്ഥലം. അവരൊരു രീതിക്കുള്ളൊരു തോണി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഫിഷിങ്ങിന് പോയി ബോട്ട് നമ്മൾ ഇന്നിപ്പോൾ മെഷീനൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ബോട്ടാണ്. അന്ന് ഇങ്ങനത്തെ രൂപത്തിലുള്ള ബോട്ടുകളാവും ഉണ്ടായിട്ടുണ്ടാവുക. ആ രൂപത്തിൽ ഇത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലി ഉള്ള ഒരു വീടാവും. വലിയൊരു വീട്. അത് അതിൻ്റെ ഒരു മുൻവശമാണിത്. ഇങ്ങനെ ഇതും ഓല കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇത് ഡോറ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാമിലി ഒന്നും കണ്ട. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ റൂം, അതിൻ്റെ ഉള്ളിൽ വേറെ റൂമുണ്ട് കേട്ടോ. സെറ്റപ്പ് തന്നെ. ഇത് മൊത്തത്തിൽ ഇരിക്കുന്ന ഒരു മജ്ലിസ് രൂപത്തിൽ ഉള്ളൊരു സംഭവമാണ്. അന്ന് ആളുകൾ എല്ലാവരും ഒരു നാട്ടിൻപുറത്ത് ഒരു വില്ലേജിൽ എങ്ങനെ കൂടി ഒരു വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന ഒരു ജീവിത ശൈലിയാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു രൂപത്തിൽ പഴയ ആ ഒരു ശൈലി നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു നാട്ടിലൊരു വൈബുണ്ടല്ലോ. ഒരു വില്ലേജ്
സെറ്റപ്പ്. ആ ഒരു രീതിക്കാണ് ഇവിടെ മൊത്തത്തിൽ ഒരു ഊഞ്ഞാല കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ പോലെ ഉണ്ടാക്കിയെടുത്തതാവും ഊഞ്ഞാലാടുന്ന സംഭവം. എന്തായാലും ഒരു ഗ്രാമത്തിൽ ചെന്ന ഒരു ഫീലുണ്ട്. ഇത് മറ്റേ ബോട്ടിനൊക്കെ നങ്കൂരിടുക കേട്ടില്ല. ആ ഒരു സംഭവമാണ്. ചെറിയ ആങ്കർ അതിൻ്റെ ആ ഒരു സൈസും ഇത് ചെറിയ ബോട്ടൊക്കെ ആവും. ഈ ചെറിയ ഇത് അവർ യൂസ് ചെയ്ത ആ ഒരു സംഭവമാണ് ഇതൊക്കെ. ഇവിടെ നമുക്ക് കോസ്റ്റൽ പീപ്പിൾ ഒരു യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച് പോകുന്ന ആ ഒരു രീതിക്കുള്ള ബോട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കടപ്പുറം ആ ഒരു ബീച്ചിൽ നിന്ന് കണ്ട് കയറ്റി നിർത്തിയ പോലെ തന്നെ അവരെ വില്ലേജ് ഇവിടെ വരുന്നൊരു ഇങ്ങനെ ആവും അന്നത്തെ കാലത്ത് അവർ ജീവിച്ച് പോകുന്നത്. ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റി നിർത്തിയിട്ട് വീട്ടിൽ പോകുന്ന രീതി. ആ വീടിന് അവിടെ ഒരു കവാടം ഉണ്ട്. വീട് ബാക്ക് വശത്ത് ഒരു ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു അന്നത്തെ ബോട്ടാണ് പങ്കായം വലിയ സംഭവം. ഇതൊക്കെ മീൻ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പിലുള്ള ചെറിയ ബോട്ടുകൾ. ചെറുതാണ് കേട്ടോ, ചെറിയ ചെറിയ ബോട്ടുകളാണ്. മെഷീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മെഷീനറി ആവില്ല. പങ്കായം തോന്നിട്ട് പോകുന്ന സീനാവും. ഇതുണ്ടാവും. പക്ഷെ എപ്പോഴും നല്ല സ്ട്രോങ് ഉള്ള സംഭവങ്ങളാണ്. നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റും അബുദാബിയിലെ ആ ഒരു അറബികളുടെ പഴയ ജീവിതശൈലി ഇപ്പുറത്തും ഇപ്പോഴത്തെ സിറ്റി ലൈഫ് അപ്പുറത്തും. ഒരു ഇതൊക്കെ വന്നിട്ട് നേരിട്ട് കാണുമ്പോൾ നമ്മൾ തന്നെ ശരിക്കും അത്ഭുതപ്പെടും. ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയിൽ നിൽക്കുന്ന ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടോ എത്തിപ്പോയിക്കണം. അപ്പോൾ അറബികളെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ്. കാരണം അന്നത്തെ കാലത്ത് എങ്ങനെ ജീവിച്ച് അതിൻ്റെ നേരെ 10 മടങ്ങ് ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള ഒരു സെറ്റപ്പ് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ബിൽഡിങ്ങുകളും ഇപ്പുറത്ത് ആ ഒരു പഴയ രീതി സൃഷ്ടിച്ചതാണ്. ഇന്നിങ്ങനല്ല. ഇവിടെ ഇപ്പോഴത്തെ ജനറേഷന് കാണാനും ഇതിൽ ഒന്ന് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വില്ലേജ്, പഴയ അറബികളുടെ ആ ഒരു വില്ലേജ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹെറിറ്റേജ് വില്ലേജിലാണുള്ളത്. അബുദാബി ഹെറിറ്റേജ് വില്ലേജിലാണ് ഉള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് കാണാം. അവരെ പഴയ ജീവിതശൈലിയും അറബികളെ ആ ഒരു ശൈലി ഇപ്പോൾ കാണിക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ ഫുള്ള് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഏതെങ്കിലും നമ്മൾ മലയാളീസൊക്കെ ഫാമിലീസ് വരാൻ പറ്റിയ ഏരിയയാണ്. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ടിക്കറ്റൊക്കെ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. നേരിട്ട് വന്നുകാണ്ട് അവരെ ഒരു ജീവിതശൈലി നമ്മൾ കണ്ടിരിക്കണം. ഫ്രീ എൻട്രിയാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 9 മണിക്ക് തുടങ്ങിയിട്ട് 4 മണി വരെ ഇതിൽ ടൈമുള്ളത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് കാണുക. ഇങ്ങനെയുള്ള ഹെറിറ്റേജ് വില്ലേജ്, ഹെറിറ്റേജ് മ്യൂസിയങ്ങൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായ ഒരു പഴയ ജീവിതശൈലി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് കാണാത്തവരുണ്ടെങ്കിൽ വന്നിട്ട് കാണുക. അത്യാവശ്യം ഫാമിലിക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ്.